ഹായ് സുഹൃത്തുക്കളെ, നമ്മളിന്ന് വീശാൻ വന്നിരിക്കുന്നത് ആറാട്ടുപുഴ പാലത്തിൻ്റെ ഇടയിലാണ്. അവിടെ വീശൊരു കാരണവശാലും നടക്കത്തില്ല, വെള്ളം കൂടുതലാണ്. നമ്മൾ വീശുന്ന സൈറ്റും കുടയുന്ന സൈറ്റും എല്ലാം വെള്ളം കയറി കിടക്കും. അപ്പോൾ നമുക്കിനി കടുവാത്തോട്ട് പാലത്തിൻ്റെ അടിയിലോട്ട് പോകാം. അതേ പറ്റത്തുള്ളൂ, ഇവിടെ പറ്റത്തില്ല. ഇവിടെ ഈ ഭാഗത്തെല്ലാം ഭയങ്കര പാറ, നമുക്ക് വല വീശാൻ പറ്റത്തില്ല. കാരണം മേളിലെ ബണ്ടിലാണെങ്കിൽ ഒരു മുള വന്ന് അടിച്ചിരിക്കും, അതുകൊണ്ട് അവിടെയും വീശാൻ പറ്റും. അപ്പോൾ ഓക്കെ, നമുക്ക് കടുവാത്തോട്ട് പാലത്തിനടി ചെന്നിട്ട് വീശും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിക്കും. കേട്ടോ, നമ്മൾ വീശാൻ പോകുന്ന ഇതിന് കടുവാത്തോട്ട് പാലത്തിനടിയിലോട്ട് വന്ന വഴിയാണ് കേട്ടോ. നല്ല രസമാണ് ഇതിനകത്തോടെ പോകാൻ, കാണാനും എടുക്കാനൊക്കെ നല്ല ഭംഗിയായി ഈ ഏരിയയിൽ. പക്ഷെ പന്നിയോ പാമ്പോ ഒക്കെ കാണും, ഒന്നും അറിയത്തില്ല. അന്ന് ഞാൻ കാണിച്ചില്ല, ചിത്രം താഴോട്ട് ചാടുന്നു. വഴിയൊന്നും കാണിച്ചില്ലായിരുന്നുണ്ടോ? കാരണം ഇതാ ഇവിടുത്തെ വഴി, കാരണം രണ്ട് സൈഡും കാടാം. ഓക്കെ, കണ്ടോ ഞങ്ങൾ ഇറങ്ങി വരുന്ന ദുരിതങ്ങളൊക്കെ കണ്ടോ? ചെരുപ്പൊക്കെ പിടിച്ചൊരു ഗൾഫുകാരൻ വന്നിട്ടുണ്ട് കൂടെ. ഗൾഫുകാരൻ മീൻ അഡ്വാൻസ് വന്നിട്ട് കൂടെ അടക്കുക. മിക്കവാറും ഇന്ന് ഗൾഫുകാരന്റെ കാര്യത്തിൽ തീരുമാനമാവും. തോമാച്ചാനെ കൊണ്ടാ വരുന്നത്. തോമാച്ച പറഞ്ഞ കരക്ക് വീശാനാ പറയുന്നത്. ശരി, വാ നമുക്ക് കാണാൻ കാഴ്ചകളൊക്കെ. സുഹൃത്തുക്കളെ, വിശാലമായിട്ട് കിടന്നൊക്കെ വീശാൻ വന്നേക്കുന്നത് കണ്ടോ. ഇത്രയും നല്ല മണൽത്തിട്ട് നല്ല സൗകര്യം, നല്ല വെള്ളത്തിൽ കാലൊക്കെ ഇട്ടാൽ അടിപൊളിയായിട്ട് ഇവിടെ കിടന്നുറങ്ങാം. നിങ്ങളൊക്കെ വന്ന് ഇടയ്ക്ക് വീശു എടുക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. നല്ല രസമാണ്, നല്ല വ്യൂ ഉണ്ട് ഇവിടെ, കാണാനും എടുക്കാനും ഒക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇച്ചിരി തീറ്റയൊക്കെ ഇടാൻ പോവാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കിടക്കാം. നമുക്കൊരു ശാലം തീറ്റ ഇട്ട് കൊടുത്താലോ? എന്തായാലും നമ്മൾ കടുവത്തോട്ട് വന്ന് നമുക്ക് താഴെ പോയിട്ട് തീറ്റയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കും. മേൽഭാഗത്ത് വെച്ചിട്ട് തീറ്റിട്ടു. സുഹൃത്തുക്കളെ, ഞാൻ നമ്മുടെ വെട്ടുതോട്ടത്ത് ക്ഷേത്രത്തിലെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അത് ഷെയർ ചെയ്തിട്ട് അമ്പലത്തിന് നല്ലൊരിത് ആവണം. കാര്യം ദേവി ഭദ്രകാളിയാണ് ഇരിക്കുന്നത്. നല്ല ക്ഷേത്രമാണ്. ചമയവിളക്ക് ഇവിടെ 1-2 അമ്പലങ്ങളിലൊക്കെ ഉള്ളൂ, ഒന്ന് കൊല്ലത്ത് ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഉള്ളൂ. എല്ലാവരും പങ്കെടുക്കണം കേട്ടോ. നമ്മൾ വീഡിയോ ഇടുന്നെങ്കിലും നമ്മുടെ ക്ഷേത്രത്തിൻ്റെ കാര്യം കൂടെ പറയണം. ഓക്കെ, ജാതി മതഭേദം തന്നെ എല്ലാവരും വരണം കേട്ടോ, സഹകരിക്കണം. ഓക്കെ, അപ്പം നമുക്കൊരോ വീശി ഒന്ന് അനക്കിയിടാം. അത് കഴിഞ്ഞിട്ട് തീറ്റിയിട്ട് കൊടുക്കാം, എന്നാലേ മീൻ വരത്തുള്ളൂ. ഓക്കെ, നമുക്ക് ആദ്യം ഒന്ന് ഓരോ വീശാം. ഒന്ന് അനക്കം വെക്കുമ്പോഴേ മീൻ വരത്തുള്ളൂ. ഓക്കെ, നമുക്കെന്തായാലും വീശി രണ്ടോടൊന്ന് അനക്കി റെഡിയാക്കി. ഓക്കെ എന്നാ അവിടേക്ക് തീറ്റിട്ടു.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീശ് കഴിഞ്ഞു. ഇന്ന് കിട്ടിയ മീൻ കാണിക്കാം. നമ്മുടെ മീനെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. ഇന്നാകെ മൊത്തത്തിൽ ഇത്ര കിട്ടിയുള്ളൂ. ഏറെക്കുറെ 2 കിലോ എടുത്തുണ്ട്. കുഴപ്പമില്ല. ചെമ്പല്ലി എല്ലാം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണുന്നത് വരെ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, എന്നാൽ അത് കാണുന്നത് വരെ നമ്മുടെ ക്യാമറാമാൻ തിരിച്ചെത്തിയിട്ടുണ്ട്, അവിടെ പറയുന്നത്. ഓക്കെ, ടാറ്റാ.